ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രജനി അറ്റ് കിച്ചൻ. ഞാൻ രജനി. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ചീസി ഓണിയൻ റിങ്സ് ആണ്. അതിനായിട്ട് 4 മീഡിയം സവാള ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി. ഈ ഒരു കനത്തിലാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒത്തിരി റിങ്സ്, നമ്മൾക്ക് ചെറുതും വലുതുമായ കുറേ റിങ്സ് ഇതിന് ആവശ്യമാണ്. അപ്പോൾ റിങ്സ് എല്ലാം ഞാൻ റെഡിയാക്കുവാണ്. അപ്പോൾ 4 മണി പലഹാരമായി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ് നമ്മൾക്ക് ഈ ഓണിയൻ റിങ്. അപ്പോൾ ഞാനിത് ചീസി ഓണിയൻ റിങ്സായി ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിതേ ഇതുപോലെ റിങ്സുകളെല്ലാം മാറ്റി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിന് ആവശ്യമായി വരുന്നത് ചീസാണ്. ഇതിന് മൊസറല്ല ചീസും എടുക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ചീസ് ഷീറ്റാണ്. നമ്മൾ സാൻഡ്വിച്ചിനൊക്കെ എടുക്കുന്ന ചീസ് ഷീറ്റ്. അപ്പോൾ ഇതേ എൻ്റെ ഒനിയൻ റിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതേ ഇപ്പോൾ ഞാൻ ചീസ് ഷീറ്റ് റെഡിയാക്കുവാണ്. അപ്പോൾ നമ്മൾക്കിത് റെഡിയാക്കുന്നതിന് മുമ്പ് ലോ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കാനായിട്ട് ചട്ടിയിൽ വയ്ക്കാം. ഇപ്പം ഞാൻ ഒരു റിങ് എടുത്തു, സാമാന്യം വലിപ്പമുള്ള ഒരു റിങ് എടുത്തു. അതിലേക്ക് ചീസ് ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് ഇറക്കി വെച്ചു. അപ്പോൾ നമ്മൾക്ക് എളുപ്പമാണിത് ചെയ്യാനായിട്ട്. അതിനകത്തേക്ക് ഏറ്റവും കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഒരു സവോളയുടെ റിങ് കൂടെ വെച്ചു. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ 1 കപ്പ് മൈദയിൽ തന്നെ ഉണ്ടാക്കണം. ഗോതമ്പ് പൊടി അത്ര യോജിക്കില്ല. അപ്പോൾ നല്ലൊരു ടെക്സ്ചർ കിട്ടണം എന്നുണ്ടെങ്കിൽ മൈദയും കോൺഫ്ലോറും തന്നെ വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് മൈദ, 1 കപ്പ് കോൺഫ്ലോർ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ കോൺഫ്ലോർ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. മുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂണേ ഉപയോഗിച്ചിട്ടുള്ളൂ. പെപ്പർ പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തത്. നിങ്ങളിൽ വൈറ്റ് പെപ്പർ ആണുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. ഇപ്പോൾ ഞാൻ ചേർത്തത് നമ്മുടെ പനിക്കൂർക്കയില്ലേ, പനിക്കൂർക്ക ഒന്ന് ചെറുതായി വൃത്തിയായി കഴുകിയെടുക്കുക. ഒരു ഇലയെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. വൃത്തിയായി കഴുകിയെടുത്ത് അരിഞ്ഞ് ചേർത്തിരിക്കുവാണ്. ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചീസിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം, വളരെ കുറച്ച് മാത്രം ഉപ്പ് നോക്കിയിട്ട് ഇടുക. ഇനി വെള്ളം അഥവാ പാല്, അങ്ങനെ എന്ത് വേണമെങ്കിലും, വെള്ളം അല്ലെങ്കിൽ പാല്, ഏത് വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാം ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആവാനായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടില്ലേ, 1 ടീസ്പൂൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എണ്ണ ഈ ബാറ്ററിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ചീസി ഓണിയൻ റിങ്ങിനെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് മൈദ ഡസ്റ്റ് ചെയ്യണം അതിനകത്ത്. ഇനി ബാറ്ററിലേക്ക് മുക്കി, ഒരുപാടിട്ട് മുക്കരുത്, അപ്പോൾ നമ്മുടെ ചീസ് പുറത്തേക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം ഇതൊരു ഡബിൾ കോട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നല്ല ചൂടായ എണ്ണയിലിട്ട് മുരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഡസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് വേണം നമ്മളുടെ റിങ്സിൻ്റെ മുകളിലേക്ക് മാവ് സ്പ്രെഡ് ചെയ്യാനായിട്ട്. പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക. ഇനി ഒരിക്കൽ കൂടെ വേണമെങ്കിൽ ബാറ്ററിൽ മുക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് എണ്ണയിലിട്ടാലും നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചീസി ഓണിയൻ റിങ് റെഡിയാവും. അപ്പോൾ അതുകൊണ്ട് ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായി പുറത്ത് വരുന്ന, അപ്പോൾ ചൂടോടെ കഴിക്കാൻ ചായയുടെ കൂടെ നല്ലൊരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ല ചീസി ഓണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം രജനി.